നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതായത് വാഴക്ക പൊടിമാസ്. വാഴക്ക പൊടിമാസ് എന്ന് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ പച്ചക്കായ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ്. അത് തമിഴ്നാട് റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേരിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ വാഴക്ക എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് കായ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മൾ റോബസ്റ്റ് കായ ആണെങ്കിലും അതല്ലെങ്കിൽ നേന്ത്രക്കായ ആണെങ്കിലും ഏത് കായ ആണെങ്കിലും പച്ച ഇരിക്കുന്ന രീതിയിലുള്ള സമയത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന്റെ തിരുവനന്തപുരം സൈഡിലൊക്കെ ഈ റെസിപ്പി ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് പലരും. പക്ഷേ തൃശ്ശൂർ സൈഡിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള തോരൻ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് എങ്ങനെയാണ് വാഴക്ക പൊടിമാസ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് വാഴക്ക പൊടിമാസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു തമിഴ്നാട് ഡിഷാണ്. അതേസമയം തിരുവനന്തപുരത്തൊക്കെ അതായത് തെക്ക് ഭാഗത്തോട്ട് പോകുന്തോറും ഈ ഡിഷ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച കാരണം ഡിണ്ടിഗലിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ എൻ്റെ ഹോസ്റ്റലിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു തോരനാണ്. തോരൻ എന്ന് വേണം നമുക്ക് പറയാം. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ തോരൻ തന്നെ പറയാം. അപ്പോൾ അവർ പറയുന്നത് ഇതേപോലെ വാഴക്ക പൊടിമാസ് എന്നാണ്. ഇതിന് വേണ്ടി അവർ ശരിക്കും യൂസ് ചെയ്യുന്നത് വാഴക്ക ബജിക്കൊക്കെ എടുക്കുന്ന വാഴക്കയില്ലേ, അതായത് വലിയ ടൈപ്പ് വാഴക്ക, നേന്ത്രക്കായ അല്ല, അല്ലാത്തതിനുള്ള സമയം ഇപ്പം നിങ്ങളുടെ അടുത്ത് തന്നെ വലിയ വാഴക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് കായ വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ചെറുപഴത്തിൻ്റെ കായ, പൂവൻ പഴത്തിൻ്റെ കായ, അതായത് പച്ചയായിരിക്കുന്ന അവസ്ഥ, റോ ആയിരിക്കുന്ന അവസ്ഥയിൽ ഏത് കായ വേണമെങ്കിലും ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വലിയ ടൈപ്പ് പച്ചക്കായാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഇവിടെ ഇല്ലാത്ത കാരണമാണ് ഞാനിവിടെ നേന്ത്രക്കായ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 നേന്ത്രക്കായാണ് ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിലോട്ട് ഇത് 2 പീസായിട്ട് അങ്ങ് മുറിച്ചിട്ട് കൊടുക്കുക. ഒരു കായ 2 പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് കായാണുള്ളത് ആ കായ നമുക്കിത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു വിസിൽ കേട്ടോ, ഒരു വിസിൽ ആവുന്ന വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുക്കറിലോട്ട് കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമുക്ക് പിന്നെ ആവശ്യം വരും, എന്നാലും അല്പം മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് റിമൂവ് ആയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു. ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ടു. കംപ്ലീറ്റ് ചൂടൊക്കെ അറിയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. അതേസമയം ഓവറായിട്ട് അങ്ങ് ഉടയാൻ പാടില്ല കേട്ടോ. അത്യാവശ്യം നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു പാത്രത്തിലോട്ട് പച്ചക്കായ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തൊലി അങ്ങ് റിമൂവ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഏത് കായ വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്ക് നേന്ത്രക്കായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മറ്റേ കായ ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ കയ്യിൽ കിട്ടുന്ന കായ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്രേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് അരിഞ്ഞെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് ഉടച്ചെടുത്താലും മതിയാവും. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൻ്റെ അടുത്ത് ഇതേപോലത്തെ ഒരു ഗ്രേറ്റർ ഉള്ള കാരണം ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ ശരിക്കും പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഇതിന് കായ്ക്ക് കട്ടി വരുള്ളൂ. അല്ലെങ്കിൽ ചൂടോട് കൂടി ചെയ്യണമെങ്കിൽ അങ്ങ് ഇതേപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞാലും മതിയാവും. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. നമുക്ക് ചെറുതിൽ കൂടെയും ചെയ്യാം, വലുതിൽ കൂടെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വലുതിൽ കൂടെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചെറുതിൽ കൂടെ ചെയ്തിട്ടേ സമയം കുറേ പിടിക്കുന്നു. ഇപ്പോൾ കുക്കിംഗ് ടൈം കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെച്ചാൽ ഫോർക്ക് കൊണ്ട് തന്നെ ഉടച്ചെടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ ഒരു ഗ്രേറ്റർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ നല്ല രസം ഉണ്ടാവും, ടെക്സ്ചർ നന്നായിരിക്കും. വെറുതെ കഴിക്കാൻ പറ്റുന്ന 11 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു സൈഡ് ഡിഷ് പോലെ ആണിത്. ഈ സുണ്ടലൊക്കെ കഴിക്കില്ലേ, അതുപോലെ തന്നെ ഒരു സംഭവമാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ശരവണഭവൻ പോലുള്ള തമിഴ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ അവർ തരാറുണ്ട് ഈ സംഭവം. നിങ്ങൾ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ കഴിക്കാത്തവരുണ്ടാവും അല്ലേ. പച്ചക്കായ വെച്ചിട്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി വാഴയ്ക്ക പൊടിമാസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഒരു തമിഴ്നാട് ഡിഷ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളൊക്കെ ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് കടുക് വേണ്ട. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അല്പം ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം.
ഉഴുന്നുപരിപ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കടലപ്പരിപ്പ് ഇഷ്ടമാണെങ്കിൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഉഴുന്നുപരിപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ആ ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചെറിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം തീയിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തി എരിഞ്ഞത് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ പച്ചക്കായ കുക്ക് ചെയ്ത സമയത്ത് അല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ ഉപ്പിടണം. അങ്ങ് മിക്സ് ചെയ്ത് ഇത് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി ഈ നമ്മുടെ സവാള. അല്ലാതെ ഒരുപാട് അങ്ങ് ഗോൾഡൻ കളർ ആവാൻ നിൽക്കണ്ട, ഇതൊന്ന് കടിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ മാത്രം വഴറ്റി കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇനി നമുക്കിനി ഇതിലേക്ക് അല്പം കായത്തിൻ്റെ പൊടി, അല്പം മാത്രം മതി, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ഇടുന്നില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങളുടേതായ മാറ്റങ്ങളൊക്കെ വരുത്താം. വേണമെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ സാധാരണ രീതിയിൽ ഇത്രയേ ഉള്ളൂ. വളരെ ലൈറ്റായിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊരിയലാണിത്. വളരെ നല്ല ഫില്ലിങ്ങും ആണ്, അതേസമയം ഈസിയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട്, അതും നല്ലതാണ്. ഞാൻ ഒരിക്കലും കാണിച്ചു തരാം. അപ്പോൾ ഇത് മതിയാവും. നന്നായിട്ട് അങ്ങ് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്, അതായത് നന്നായിട്ട് അങ്ങ് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ വെറുതെ പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കുക. അപ്പം നാടൻ കായൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നാട്ടിലൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ പോത്തൻ കായ എന്നൊക്കെ പറയുന്ന കായാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മതി. പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 3 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അളവാണ് കേട്ടോ. അത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അംശം കുറവാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം തെളിച്ച് കൊടുത്താൽ മതി, അപ്പം നന്നായി വരും. അപ്പം ഞാൻ നോക്കട്ടെ, ആവശ്യമെങ്കിൽ മാത്രം തെളിച്ച് കൊടുക്കണുള്ളൂ. ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ലൈറ്റായിട്ടൊരു കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഇതിലിട്ട് കുക്ക് ചെയ്യുക. തിരുവനന്തപുരംകാരൊക്കെ ചെയ്യുന്നുണ്ടാവും, കാരണം അത് ബോർഡർ ആയതുകൊണ്ട് തമിഴ്നാട്ടിൻ്റെ. പക്ഷെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊന്നും ഇതില്ല. ഈ ഒരു പേരിൽ ഈ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ തോരൻ പോലെ ഉണ്ടാക്കാറുണ്ട്, കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതിൽ. ഗ്രേറ്റ് ചെയ്തിട്ടൊന്നും ഞാൻ ഉണ്ടാക്കാറേ ഇല്ല. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ടെക്സ്ചർ തന്നെ ഡിഫറെൻ്റ് ആയിപ്പോവും. നമ്മൾ സാധാരണ കായ കഴിക്കുന്ന പോലെയല്ല. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അടിപൊളിയുണ്ട്. ആ പച്ചമുളകാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. പച്ചമുളക് അത്യാവശ്യം വേണം. ഞാനിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം എണ്ണത്തിലൊക്കെ മാറ്റം വരുത്താൻ. അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ അവസാനമായിട്ട് ചേർക്കാൻ പോകുന്നത് അല്പം തേങ്ങാപ്പീര. ഇപ്പോൾ തേങ്ങ ഇല്ലാത്തൊരു ഇത്ര മാത്രം മതി. തേങ്ങ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാച്ചിലേഴ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ നാളികേരം അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളികേരം ചേർക്കാണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അധികമൊന്നും വേണ്ട. ഒരു 2 ടേബിൾ സ്പൂണോളം നാളികേരം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഞാനിതിൽ. നാളികേരം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരു എന്താ പറയുക വെറ്റാണിത്. അതേസമയം ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓവർ ഡ്രൈ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. മുട്ടത്തോരനെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ ഇത് ശരിക്കും കാണുമ്പോൾ. ഇതിപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് നമ്മൾ ഇതിൽ ഇട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാണ് കേട്ടോ, കഴിഞ്ഞു. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് എന്താ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു നാടൻ ടച്ച്. തമിഴ്നാട്ടിൽ സംഭവമാണെങ്കിൽ നമുക്ക് നമ്മുടേതായ ചെറിയൊരു ടച്ച് വേണമെങ്കിൽ വരുത്താം. അപ്പോൾ ലൈറ്റായിട്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ തുറന്നു. അടിപൊളിയായിട്ടുണ്ട്. ആ സ്മെല്ലൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു അട്രാക്റ്റീവ് സ്മെല്ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ചൂടോടുകൂടി എപ്പോഴും കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരമൊക്കെയാണ് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം കഴിക്കുക. അപ്പോഴാണ് ആ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ലാസ്റ്റായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയായിട്ട്. ആ കടിക്കാൻ ക്രഞ്ചി എഫക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഉഴുന്ന് പരിപ്പിട്ട് തരുന്ന അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ ലൈറ്റായിട്ടുള്ള ഫ്ലേവറുള്ളൂ, പക്ഷേ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഉള്ളെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള അതേസമയം നല്ല ഈസി പീസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്താണ്
കോണിൻ്റെ നമ്മൾ ടാക്കോസ് ഒക്കെ കഴിക്കുന്നില്ല എന്തായാലും പറയാം സാധനം കോൺ. നമ്മളൊരു പ്രാവശ്യം ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എന്നിട്ട് അവി കവർ മാത്രം കഴിച്ചു. വെജിറ്റേറിയൻ ആയതുകൊണ്ട് സമാധാനം കഴിക്കും.